ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മുടെ 4th മൊഡ്യൂളിലെ സെക്കൻഡ് ലെസൺ ആണ്. ഇന്ന് നമ്മൾ എന്താ നോക്കാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ ഒരു തീം സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ സെൻസ് എന്ന് പറഞ്ഞ ഒരു തീം നമ്മൾ ഓൾറെഡി ആഡൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെങ്ങനെ കസ്റ്റമൈസ് ചെയ്യണം എന്നുള്ളൊരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ആ കസ്റ്റമൈസേഷനും കാര്യങ്ങളുമാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെ ഒരു തീം കസ്റ്റമൈസ് ചെയ്യും, എഡിറ്റ് ചെയ്യും, ഷോപ്പിഫൈൻ്റെ എഡിറ്റിങ്ങിനെ പറ്റിയും അതിലത്തെ ഓരോ കണ്ടൻറ്റ് എങ്ങനെയാണ് എഴുതുന്നത് എന്നുള്ള കാര്യങ്ങൾ, എവിടെയൊക്കെ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഓരോ എഡിറ്റിങ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ സെക്ഷനിലോട്ട് കിടക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ഷോപ്പിഫൈൻ്റെ തീം നമ്മൾ എഡിറ്റ് ചെയ്യണത് എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ സ്ക്രീനിലോട്ട് പോകാം. ഇവിടെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സെൻസ് എന്ന് പറഞ്ഞൊരു തീം സെലക്ട് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി ഇതിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ കസ്റ്റമൈസ് എന്ന് പറഞ്ഞ ഈ ബട്ടണിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഷോപ്പിഫൈൻ്റെ എഡിറ്റർ. അപ്പോൾ ഇത് എന്താണ് ഈ ഷോപ്പിഫൈൻ്റെ എഡിറ്റർ, എങ്ങനെയാണ് അത് ഇരിക്കുന്നത്, എങ്ങനെ അത് വർക്ക് ചെയ്യും, എങ്ങനെ നമുക്കത് നാവിഗേറ്റ് ചെയ്യാം, എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാം, അതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അതെല്ലാം ഞാൻ നിങ്ങളിന്ന് കാണിച്ചു തരും. ഓക്കെ, അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ ഉള്ളതാണ് നമ്മുടെ എഡിറ്റിംഗ് പെയിൻ എന്ന് പറഞ്ഞ സംഭവം. ആൻഡ് റൈറ്റ് സൈഡിലുള്ളതാണ് നമ്മുടെ പ്രിവ്യൂ പെയിൻ. അതായത് ഈ ലെഫ്റ്റ് സൈഡിൽ എന്തൊക്കെ എഡിറ്റ് നമ്മൾ വരുത്തുന്നു അവിടെയാണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അവിടെ എന്തൊക്കെ എഡിറ്റ് നമ്മൾ നടത്തുന്നു അതൊക്കെ നമുക്ക് റിയൽ ടൈമിൽ ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, നമ്മുടെ റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും. ലെഫ്റ്റ് സൈഡിൽ നടക്കണ എല്ലാം നമുക്ക് റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും, റിയൽ ടൈമിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിൽ ഓരോ ചെറിയ ബട്ടൺസ് നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ സേവ് ബട്ടൺ, ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. നമ്മൾ എന്തൊക്കെ എഡിറ്റ് ഇവിടെ നടത്തുന്നു അപ്പോൾ നമ്മളിവിടെ സേവ് അടിക്കണം. അപ്പോൾ നമുക്കത് സേവ് ആയി കിട്ടും. ഇത് പബ്ലിഷ് ചെയ്യണ ബട്ടണാണ്. വൺസ് നമ്മൾ ഈ സ്റ്റോർ സെറ്റായി കഴിഞ്ഞാൽ നമുക്കിവിടെ പബ്ലിഷ് ആക്കി കഴിഞ്ഞാൽ അതെല്ലാവർക്കും വേണ്ടി നമ്മുടെ വെബ്സൈറ്റ് ആയിട്ട് പബ്ലിഷ് ചെയ്യാം. ഓക്കെ, പിന്നെ ഇത് അൺഡു റീഡു ബട്ടൺസ് ആണ്. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഡെസ്ക്ടോപ്പ് വ്യൂ, ഇത് മൊബൈൽ വ്യൂ ആൻഡ് ഇത് ഫുൾ സ്ക്രീൻ വ്യൂ. ഓക്കെ, അപ്പോൾ നമ്മളെപ്പോഴും മൊബൈൽ വ്യൂവിലിട്ട് എഡിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്ക ആൾക്കാരും മൊബൈലിനായിരിക്കും നമ്മളെ വെബ്സൈറ്റിൽ കയറുന്നത് കൂടുതലും. എന്താണ് ഈ ലാപ്ടോപ്പിലും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കയറുന്ന ആൾക്കാർ വളരെ ചുരുക്കമായിക്കോളൂ. അപ്പോൾ നമ്മളെപ്പോഴും ഒരു മൊബൈൽ വ്യൂവിലിട്ട് എഡിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇത് നമ്മുടെ ഈ ഒരു സംഭവം നമ്മളെപ്പോഴും ഓപ്പൺ ആയിട്ട് വെക്കണം. കാരണം നമ്മളിവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എവിടെയാണത് വർക്ക് ചെയ്യണമെന്ന് കാണാൻ വേണ്ടിയാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ നാവിഗേഷൻ ബട്ടൺ. നാവിഗേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് ഹോം പേജിലാണ് കിടക്കുന്നത്. ഹോം പേജ് എഡിറ്റ് ചെയ്യണം ഇവിടെ കിടക്കുന്നത്. നമുക്കിത് പ്രൊഡക്റ്റ് പേജാണ് എഡിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് പ്രൊഡക്റ്റ് പേജിലോട്ട് പോകാം. ഓക്കെ, കണ്ട, ഇപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് പേജ് ഇവിടെ വന്ന് കണ്ട. അപ്പോൾ ഇതാണ് നാവിഗേഷൻ ബട്ടൺ. അതുപോലെ നമുക്കിപ്പോൾ വേറെ എന്തെങ്കിലോട്ടും പോകണമെങ്കിൽ നമുക്ക് ഏതിലോട്ട് പോവാം, കളക്ഷൻസ്. ഓക്കെ, നിങ്ങൾക്കിവിടെ കളക്ഷൻസ് കാണാം. ഓക്കെ, പിന്നെ ഈ 3 ഡോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഡിങ്ങും കാര്യങ്ങളൊക്കെയാണ്. ഇത് നമുക്ക് അങ്ങനെ അത്ര അത്യാവശ്യമൊന്നുമില്ല. കോഡിങ്ങൊക്കെ അറിയുന്ന ആൾക്കാർക്ക് അത് ആവശ്യമുള്ള, നമ്മളിപ്പോൾ അങ്ങനത്തെ ഒരു സംഭവമൊന്നും നമ്മളിവിടെ ചെയ്യണില്ല. കാരണം ഏകദേശം ഒരു അടിപൊളിയായിട്ടുള്ള ഡിസൈനാണ് ഓൾറെഡി നമുക്ക് ഷോപ്പിഫൈ നമുക്ക് തരുന്നത്. അപ്പം നമ്മളത് ഇപ്പോൾ എഡിറ്റ് ചെയ്ത് സംഭവമാക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിതിലൊരു ചെറിയ കസ്റ്റമൈസേഷനും കാര്യങ്ങളൊക്കെ നടത്തി കഴിഞ്ഞാൽ തന്നെ അടിപൊളിയായിരിക്കും. ഓക്കെ, പിന്നെ ഇത് ഡ്രാഫ്റ്റ് എന്ന് കിടക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കണുള്ളൂ, ഇത് ലൈവായിട്ടില്ല. അതുകൊണ്ടാണ് ഒരു ഡ്രാഫ്റ്റ് നടക്കുന്നത്. സെൻസ് നമ്മുടെ തീമിൻ്റെ പേരാണ്. ഇത് നമ്മുടെ എക്സിറ്റ് ബട്ടൺ. ഇത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും എക്സിറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഈ 3 ബട്ടൺസിനെ പറ്റി സംസാരിക്കാം. ഇതാണ് നമ്മുടെ സെക്ഷൻ ബട്ടൺ. ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള എഡിറ്റിംഗ് ചെയ്യണ മെയിൻ സ്ഥലം ഇതാണ്. പിന്നെ നമുക്ക് വരുന്നത് ഈ സെറ്റിങ്സ് ആണ്, തീം സെറ്റിങ്സ് ആണ്. ഇവിടെ നമ്മൾക്ക് നമ്മുടെ ലോഗോ, കളർ, ലേഔട്ട്, ബട്ടൺസ് അങ്ങനെ എല്ലാം എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് തീം സെറ്റിങ്സ്. ഇതിൽ നമ്മൾ എല്ലാം ഒന്നും ഉപയോഗിക്കാൻ പോണില്ല. മെയിനായിട്ട് നമ്മൾ ഇതിൽ ഈ കളറും ഫോണ്ടും ആയിക്കും മാറ്റാൻ പോണത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ മാറ്റം ഉണ്ടാവുള്ളൂ, വലുതായിട്ടൊന്നും അത് ചെയ്യാനില്ല. പിന്നെ നമുക്ക് വന്നത് ആപ്പ് എംബഡ്സ് ആണ്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മൾ ഒരു ആപ്പ് ഇതിലോട്ട് ഇൻജെക്റ്റ് ചെയ്യണേ, ആപ്പിൻ്റെ കോഡ് ഇതിലോട്ട് ഇൻജെക്റ്റ് ചെയ്യണമെങ്കിൽ അത് ഇവിടെ ആയിരിക്കും കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ വൺസ് നമ്മളൊരു ആപ്പ്, ഇപ്പം ഇതിൻ്റെ ആവശ്യമില്ല, വൺസ് നമ്മൾ ഇതിലോട്ട് ഈ ഷോപ്പിഫൈയിലോട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇവിടെ കാണിക്കും ആ ഒരു ആപ്പിൻ്റെ ഇൻജെക്റ്റ് ചെയ്യാനുള്ള കോഡ് ഓണാക്കുക ഓഫാക്കുക എന്നുള്ള ഓപ്ഷൻ കാണിക്കും. ടെക്നിക്കലൊക്കെ ആയിട്ട് തോന്നും, പക്ഷെ അതൊന്നുമില്ല, ഒന്നും ചെയ്യാനില്ല, ഓൺ ഓഫ് ബട്ടണാണ് അത്. വൺസ് നമ്മൾ ആപ്പ് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓണാക്കിയിടാം, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ നമ്മളതങ്ങനെ ഉപയോഗിക്കണ ഒരു സ്ഥലമായിരിക്കില്ല. അപ്പോൾ നമുക്ക് തിരിച്ച് നമ്മുടെ സെഷനിലോട്ട് ചെല്ലാം. ഷോപ്പിഫൈ തീം എഡിറ്റിംഗ് 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, അതായത് സെഷൻ, ബ്ലോക്ക്, പിന്നെ കോണ്ടൻറ്റ്. അപ്പോൾ അന്ന് തന്നെ നമ്മൾക്ക് ഇത് മൊബൈൽ വ്യൂവിൽ ഇട്ടിട്ട് വേണം എഡിറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ മൊബൈൽ വ്യൂവിൽ ഇടുമ്പോൾ ഈ ഇൻസ്പെക്ടർ ടൂള് ഓണാക്കി വെക്കുക, ഓഫാക്കി വെക്കാണ്ടിരിക്കുക. നമ്മൾ എങ്ങനെയാണ് ഇത് എഡിറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ ഈ ഒരു കോണ്ടൻ്റാണ് നമുക്ക് ഇവിടെ ഈ ഒരു ഇമേജ് വിത്ത് ടെക്സ്റ്റ് കണ്ടോ, ഇത് ഈ ഇമേജ് വിത്ത് ടെക്സ്റ്റ് നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ ഇമേജ് വിത്ത് ടെക്സ്റ്റ്, അത് ഇതാണ് നമുക്ക് മനസ്സിലാവുന്നത്. പോയിന്റ് ചെയ്യുന്നത് ആ ഇൻസ്പെക്ടർ ടൂൾ ഓണായി കിടക്കണോണ്ടാണ് നമുക്കത് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ ഇമേജ് വിത്ത് ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ആ ഒരു ഇത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. എല്ലാ ഫസ്റ്റ് കോണ്ടൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു സെഷനാണ്. ഓക്കെ, ഇത് ഈ ഒരു ഫുള്ളൊരു സെഷനാണ്. പിന്നെ ഇത് ഒരു ബ്ലോക്കാണ്. ഓക്കെ, ഇത് ഓരോ ബ്ലോക്കുകളാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഈ വരുന്നതാണ് ഓരോ കോണ്ടൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു കോണ്ടൻ്റാണ് എഡിറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ വന്നിട്ട് ഇതുമ്മ ക്ലിക്ക് ചെയ്യുക. ഇതുമ്മ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കാണിക്കും ഷോപ്പ് നൗ. നമുക്കത് മാറ്റിയിട്ട് ബൈ നൗ നോക്കാം. ഓക്കെ, ഞാൻ വെറുതെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്യണമെന്നുള്ളൂ. എന്നിട്ട് ഇവിടെ നമുക്ക് ഒരു ലിങ്ക് പേസ്റ്റ് ചെയ്യാം. അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റിലോട്ടായിരിക്കും അത് പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ലിങ്ക് പേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ ഓൾറെഡി നമ്മുടെ പ്രൊഡക്റ്റ്സ് ആഡ് ചെയ്തിട്ടുകൊണ്ട് പ്രൊഡക്റ്റിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഏത് പ്രൊഡക്റ്റ് പേജിലോട്ടാണ് പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇപ്പം എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ബൈ നൗ എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ബ്ലെൻഡി എന്ന് പറഞ്ഞ ആ ഒരു പ്രൊഡക്റ്റ് പേജിലോട്ടായിരിക്കും പോണത്. അപ്പോൾ നമുക്കിവിടെ സേവ് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ അതായി. ഇനി നമുക്ക് തിരിച്ച് ബാക്ക് പോവാം. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഈ ബട്ടൺ നമുക്കിവിടെ വേണ്ട വിചാരിക്കും. ബട്ടൺ നമുക്കിവിടെ വേണ്ടെങ്കിൽ നമുക്ക് ഇത് ഹൈഡ് ചെയ്തിടാം. ഇവിടെ തന്നെ ഹൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഹൈഡ് വേണ്ട, ഹൈഡായി. അപ്പോൾ അതിനി കാണൂല, നമുക്ക് അത് അൺഡു ചെയ്യാം. അതിൻ്റെ ആവശ്യമില്ല, നമുക്കിവിടെ ബൈ നൗ വേണം, അതുകൊണ്ട് ചെയ്യാം. അപ്പോൾ ആ ഒരു ബട്ടൺ അതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് വേറൊരു ഓക്കെ, നമുക്ക് ഈ ഇമേജ് വിത്ത് ടെക്സ്റ്റിലോട്ട് പോകാം തിരിച്ച്. ഓക്കെ, ഈ ഒരു സെഷനിലോട്ട് പോകാം. ഈ സെഷനിൽ നമുക്ക് ഈ ഒരു ഫോട്ടോ, ഈ ഒരു ഇമേജ് മാറ്റി നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഇമേജ് നമുക്ക് ഇവിടെ കൊടുക്കാം. പിന്നെ നമുക്ക് ലാർജ് ആക്കാം, സൈസ് മാറ്റാം, സ്മോൾ, മീഡിയം, ലാർജ് എല്ലാം ഉണ്ട്. എല്ലാ ഓപ്ഷൻസും ഇവിടെ ഉണ്ട്. കോണ്ടൻറ്റിൻ്റെ സൈസ് എങ്ങനെ അയക്കണം, എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് നമ്മുടെ ഇഷ്ടപ്രകാരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. പക്ഷെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി ഷോപ്പിഫൈ നല്ല ഒരു ഡിസൈനാണ് നമുക്ക് തരുന്നത്. അപ്പോൾ കൂടുതൽ എഡിറ്റ് ചെയ്ത് നശിപ്പിക്കാണ്ടിരിക്കുക, ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക. ഓക്കെ, അല്ലാതെ കുറേ എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ കോണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റാം. ഇപ്പം നമുക്ക് ബ്രൗസർ ലേറ്റസ്റ്റ് പ്രൊഡക്റ്റ് അതായിരിക്കില്ല വേണ്ടത്, വേറെ എന്തെങ്കിലും ആയിക്കോടെ എഴുതേണ്ടത്. നമ്മൾ അത് ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു കോണ്ടൻറ്റ് അവിടെ നിന്ന് മാറ്റി വേറെ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കാം, അത്രേ ഉള്ളൂ. ഓക്കെ, പിന്നെ നമ്മളിപ്പോൾ താഴത്തോട്ട് ഇവിടെ പോകണമെങ്കിൽ ഇത് വേറൊരു സെഷനാണ്. ആ ഒരു സെഷൻ നമുക്ക് എഡിറ്റ് ചെയ്യാം. അങ്ങനെ ഓരോ സെഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു സെഷൻ ക്ലിക്ക് ചെയ്യാം. ഈ ഒരു ഫൂട്ടറിൽ നമുക്ക് എന്തൊക്കെ വേണം അതൊക്കെ നമുക്കിവിടെ എഡിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതങ്ങനെയാണ്. ഇത് ഫീച്ചറിങ് പ്രൊഡക്ട്സ്, ഓരോ പ്രൊഡക്ട്സിൻ്റെയും ഫീച്ചർ അത് ഇവിടെ കാണിക്കണേ, കളക്ഷൻസ് ഇവിടെ ആയിരിക്കും കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആവശ്യമുള്ള പോലെ നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ഇവിടുത്തെ വേറെ ലൈക്ക് ബട്ടൺസൊക്കെ നോക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ ഒരു ബ്ലോക്കും കൂടി ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു കുരിശ് പോലെ സംഭവമില്ലേ, അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ക്യാപ്ഷൻ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ആ ക്യാപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. നമുക്കിവിടെ ഒരു ടാഗ് ലൈൻ കൊടുക്കാവുന്നതാണ്. ആ ടാഗ് ലൈൻ
ടാഗ് ലൈൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ആഡ് ടാഗ് ലൈൻ കൊടുത്തു. നമുക്കിവിടെ ലോവസ്റ്റ് പ്രൈസ് ഓഫ് 2025 എന്ന് കൊടുക്കാം. ഞാൻ വെറുതെ കൊടുത്താട്ടോ, നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, വൺസ് അത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സംഭവം എടുത്തിട്ട് താഴത്തോട്ട് വെക്കാം. കണ്ടോ, ഈ ബട്ടൻ്റെ താഴത്ത് വന്നു. അപ്പോൾ ഓക്കെ, നമുക്കത് എങ്ങോട്ട് വേണം ചെയ്യാം. ഇനിയിപ്പോൾ ഈ ഒരു ബട്ടൺ നമുക്ക് നേരത്തെ ഞാൻ ഹൈഡ് ചെയ്താൽ കാണിച്ചത്, വേണം നമുക്കത് ഡിലീറ്റ് ചെയ്ത് കളയാം. ഡിലീറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, ഞെക്കി കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ആവും. അപ്പോൾ പൊതുവേ ഡിലീറ്റ് ചെയ്യാണ്ടിരിക്കുക, കാരണം ഫ്യൂച്ചറിൽ ഞാൻ ഈ ബട്ടൺ നമുക്ക് ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചെടുക്കണ്ടേ. അപ്പോൾ ഹൈഡ് ചെയ്തിടുന്നതാണ് പൊതുവേ നല്ലത്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ ഇതിലത്തെ കാര്യങ്ങൾ. അപ്പോൾ ഇനി നമുക്ക് സെക്ഷൻസ് എങ്ങനെയാണ് ആഡ് ചെയ്യണമെന്ന് കാണാം. അപ്പോൾ നമ്മൾ ഒരു ബ്ലോക്കിൽ കോണ്ടന്റ് എങ്ങനെയാണ് എഡിറ്റ് ചെയ്യണമെന്ന് നമ്മളിപ്പോൾ കണ്ടു. ഇനി നമുക്ക് സെക്ഷൻസ് എങ്ങനെയാണ് ആഡ് ചെയ്യണമെന്ന് കാണാം. അപ്പോൾ നമുക്കിപ്പോൾ സെക്ഷൻ ആഡ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഈ ഇമേജ് വിത്ത് ടെക്സ്റ്റ് ഒരു സെക്ഷനാണ്, പിന്നെ ഈ ഫീച്ചേർഡ് പ്രൊഡക്റ്റ് വേറൊരു സെക്ഷനാണ്. ഇനി നമുക്ക് എക്സ്ട്രാ ഒരു സെക്ഷൻ ആഡ് ചെയ്യുക. അപ്പോൾ എന്തിനാണ് സെക്ഷൻ ആഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റ് കുറച്ചും കൂടി ഗുഡ് ലുക്കിംഗ് ആവാൻ വേണ്ടിയാണ് നമ്മൾ സെക്ഷൻ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ആഡ് സെക്ഷൻ ക്ലിക്ക് ചെയ്യുക. വൺസ് ആഡ് സെക്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നമുക്കിപ്പോൾ ഒരു സ്ലൈഡ് ഷോ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഈ സ്ലൈഡ് ഷോയിൽ നമുക്ക് ഇവിടെ എഡിറ്റും കാര്യങ്ങളൊക്കെ നടത്താം. നമുക്കിവിടെ വേറൊരു ഇമേജ് വേണമെങ്കിൽ വേറൊരു ഇമേജ് എടുക്കാം. അപ്പോൾ ഇവിടെ 2 സ്ലൈഡ് ഇവരിപ്പോൾ ആഡ് ആക്കിയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ 2 എണ്ണം കൂടി ആഡ് ചെയ്യാം. അതിൽ 2 എണ്ണം കൂടി നമ്മുടെ പ്രൊഡക്റ്റ് ഇമേജ്, നമുക്ക് എത്ര പ്രൊഡക്റ്റ് ഉണ്ട് ആ പ്രൊഡക്റ്റിൻ്റെ ഇമേജ് നമുക്കിവിടെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 4 ഇമേജസ് ആഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. തിരിച്ചിവിടെ ചെല്ലാം. ഇവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഇവിടെ ഉള്ള എഡിറ്റിങ്ങും കാര്യങ്ങളും ഇവിടെ ഈ റൈറ്റിങ്സും എല്ലാം നമുക്ക് ഇവിടെ മാറ്റാൻ പറ്റും. പിന്നെ നമ്മൾ ഈ ഒരു ബട്ടണില്ലേ, ഇവിടെയാണ് നമ്മളിങ്ങനെ, ഇപ്പം നമ്മളിത് മാനുവലായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ ഇതും മാനുവലായിട്ടാണ് ഓരോ പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോ പോകുന്നത്. നമ്മൾ ആ ഒരു ഇതിൽ ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു സെഷൻ കിട്ടും. ഇവിടെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെ എഡിറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചേഞ്ച് സ്ലൈഡ്, ഇപ്പോൾ 5 സെക്കൻഡ് കൂടുമ്പോഴാണ് ഈ സ്ലൈഡ് മാറുന്നതെന്ന് കാണിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഈ ഓട്ടോ റൊട്ടേറ്റ് ഓണാക്കി ഇടാം. അപ്പോൾ ഇത് തന്നെ മാറിക്കോളും. നമുക്കിതൊരു 3 മാറ്റാം. ഓക്കെ, നമ്മളിതൊരു 3 മാറ്റി. അപ്പോൾ ഇപ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ ഇത് തനിയെ 3 സെക്കൻഡ് കൂടുമ്പോൾ തനിയെ അത് മാറാൻ തുടങ്ങും. ഒരു പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോ ഇങ്ങനെ കണ്ട അത് മാറാൻ തുടങ്ങും. അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. ഓക്കെ, നമ്മൾ സേവ് ചെയ്തിടാം. ഓക്കെ, നമ്മൾ അങ്ങനെ ഒരു സെക്ഷൻ ആഡ് ചെയ്തു. ഇനി നമുക്ക് എന്ത് സെക്ഷനാണ് ആഡ് ചെയ്യേണ്ടത്? ആഡ് സെക്ഷൻ, നമുക്കൊരു മൾട്ടി കോളം. അത് ഒരു നല്ല സെക്ഷനാണ്. അതെന്തിനാണ് ഉപയോഗിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടെസ്റ്റിമോണിയൽസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിത് മാറ്റിയിട്ട് ടെസ്റ്റിമോണിയൽസ് കൊടുക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് ഇത് മാറ്റിയിട്ട് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കണേണ്. ഗ്രേറ്റ് പ്രൊഡക്റ്റ്, നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് മാറ്റിയിട്ട് ലൗഡ് എക്സ്പീരിയൻസ്, ഓക്കെ അങ്ങനെ കൊടുക്കാം. ഞാനിപ്പോൾ ഒരു വെറുതെ ഒരു എക്സാമ്പിളിന് വേണ്ടി കാണിച്ചാണ്. നിങ്ങൾക്കും ഇവിടെ ലൈക്ക് ഇഷ്ടമുള്ളത് മാറ്റി ഓരോന്നൊക്കെ നമുക്ക് ടൈപ്പ് ചെയ്യാം. നല്ല പ്രൊഡക്റ്റ് ആയിരുന്നു അങ്ങനെയൊക്കെ നമ്മൾ കാണുമല്ലേ, നമ്മുടെ ഓരോ വെബ്സൈറ്റിൽ നമ്മൾ തുറന്ന് നോക്കുമ്പോൾ നമുക്ക് കാണുമല്ലേ, റിവ്യൂസ് കാണുമല്ലേ, അതുപോലെ ടെസ്റ്റിമോണിയൽസ് നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ 2 സെക്ഷൻസ് ആഡ് ചെയ്തു. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു സെക്ഷനും കൂടി ആഡ് ചെയ്യാം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ, ഈ റിച്ച് ടെക്സ്റ്റ് അത് നല്ലൊരു സെക്ഷനാണ്. ഒരു ടെക്സ്റ്റ് എഴുതണ ഒരു പരിപാടിയാണ്. അവിടെ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് എഴുതാം.
ബിഫോർ. ഓക്കെ, നമ്മളങ്ങനെ ഒരു ടെക്സ്റ്റ് ഇവിടെ കൊടുക്കാം. ലൈക്ക് നമുക്ക് ഇഷ്ടമുള്ള ടെക്സ്റ്റ് കൊടുക്കാം. ഞാൻ വെറുതെ എനിക്ക് തോന്നണം എന്തെങ്കിലുമൊക്കെ അങ്ങനെ എഴുതണം എന്നുള്ളൂ. ഇവിടെയും നിങ്ങൾക്ക് ഈ ഒരു ടെക്സ്റ്റ് മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും ടെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, ഞാൻ അപ്പം അങ്ങനെ കൊടുത്തു. ഞാൻ വെറുതെ കൊടുത്താട്ടോ. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾ ഒരു 3 സെക്ഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ എന്ത് ഒരു എഡിറ്റ് ചെയ്താലും ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സേവ് ചെയ്യുക. അപ്പം സേവ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മളെങ്ങാനും എക്സിറ്റ് അടിച്ച് കഴിഞ്ഞാൽ ചെയ്തൊക്കെ പോകും. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മുടെ ഈ ഒരു പേജിൽ നമ്മൾ 3 എക്സ്ട്രാ സെക്ഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഡെസ്ക്ടോപ്പ് വ്യൂ വെറുതെ ഒന്ന് നോക്കാം. കണ്ടോ, സ്ലൈഡ് ഷോ നടക്കുന്നു. ഓക്കെ, ഇത് ടെസ്റ്റിമോണിയൽസ്. വേണമെങ്കിൽ 4 വേണമെങ്കിൽ 2 കൂടി ആഡ് ചെയ്യാം, കുഴപ്പമില്ല. ഓക്കെ, ഇത് നമ്മുടെ റിച്ച് ടെക്സ്റ്റ് എന്ന സെക്ഷനായിരുന്നു. ഇതും നമുക്ക് ഇഷ്ടമുള്ള പോലെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും എഴുതണമെങ്കിൽ പിന്നെ ഈസി ആയിട്ടുള്ള പെട്ടെന്ന് വായിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ എഴുതാം. നമ്മുടെ വെബ്സൈറ്റിനൊരു ട്രസ്റ്റ് നമ്മുടെ കസ്റ്റമേഴ്സിന് ഉണ്ടാവണം. അപ്പം അങ്ങനത്തെ ടെക്സ്റ്റ് എഴുതാം. ഭയങ്കര കഥ വലിച്ചു വാരി കഥ ഒന്നും എഴുതണ്ട, ചെറിയ കാര്യങ്ങളൊക്കെ എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ഈ സെക്ഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഒരുവിധം നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കണം. ഇനി നമുക്ക് ഇപ്പോൾ ഞാൻ ഇത് ഫുൾ എഡിറ്റിംഗ് ഒന്നും ഇപ്പോൾ ഇവിടെ ചെയ്തൊന്നുമില്ല. ഒരു ഹൈറാർക്കിയാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നത്. ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എന്നാണ് ഞാൻ കാണിച്ചു തന്നത്. നമ്മളൊരു അടുത്ത സെക്ഷനിൽ നമ്മൾ കുറച്ച് ലൈവ് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇനി നമുക്ക് സെറ്റിങ്സിൻ്റെ ഇതിലോട്ട് പോവാം. ഈ തീം സെറ്റിങ്സിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നാണ് ഇവിടെ നോക്കുന്നത്. ഇവിടെ നമുക്ക് ലോഗോ എഡിറ്റ് ചെയ്യാം. നമ്മുടെ ലോഗോ നമുക്കിവിടെ സെലക്ട് ചെയ്യാം. പിന്നെ നമുക്ക് കളറ് ചേഞ്ച് ചെയ്യണം, കളർ ചെയ്യാം. അപ്പോൾ ഷോപ്പിഫൈ തന്നെ കുറച്ച് കളേഴ്സ് നമുക്ക് തന്നിട്ടുണ്ടാവും. ഒന്നിൽ നമുക്ക് ആ കളേഴ്സ് എടുക്കാം, അല്ലെങ്കിൽ നമുക്കിപ്പോൾ വേറെ കളറാണ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ ആഡ് സ്കീം ചെയ്യാം. അപ്പം സത്യം പറഞ്ഞാൽ ഷോപ്പിഫൈ തന്നെ ഒരു കളറിന് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. പിന്നെ ടൈപ്പോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോണ്ട് തന്നെയാണ്. നമുക്ക് ഈ ഫോണ്ട് വേണമെങ്കിൽ മാറ്റാം, നമുക്കിഷ്ടമുള്ള ഫോണ്ട് ഇടാം. പിന്നെ ലേഔട്ട് ആനിമേഷൻ ആ ഒരു കാര്യങ്ങളൊക്കെ കൂടുതൽ മാറ്റാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അവർ ഒരു കറക്റ്റായിട്ടുള്ള സാധനങ്ങളായിരിക്കും തന്നേക്കുന്നത്. നമ്മളത് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ നമ്മൾ ഈ മൊബൈൽ വ്യൂ പിന്നെ ഈ സ്ക്രീൻ വ്യൂ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുമ്പോൾ അതിന് ചിലപ്പോൾ ഒരു എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്നും പ്രത്യേകിച്ച് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. ബട്ടൺ ആയിക്കോട്ടെ, ഇൻപുട്ട്സ്, പ്രൊഡക്റ്റ് കാർഡ്, അത് എല്ലാം നമ്മൾക്ക് കൂടുതൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതൊന്നും എഡിറ്റ് ചെയ്ത് നശിപ്പിക്കേണ്ട ആവശ്യം നമുക്ക് ഇവിടില്ല. അപ്പം നമ്മളത് ചെയ്യണ്ട. ഓക്കെ, അപ്പോൾ ഇനിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ കാർട്ട് എന്ന് പറഞ്ഞ സെക്ഷനാണ്. കാർട്ട് എന്ന് പറഞ്ഞ സെക്ഷനിൽ നമുക്ക് ഇപ്പോൾ ഇവിടെ പോപ്പപ്പ് നോട്ടിഫിക്കേഷനാണ് കൊടുത്തേക്കുന്നത്. അത് നമുക്ക് മാറ്റിയിട്ട് ഡ്രോവർ അല്ലെങ്കിൽ പേജ് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ പേജ് കൊടുക്കാം. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഇത് സേവ് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ നമ്മുടെ നാവിഗേഷൻ ചെന്നിട്ട് പ്രൊഡക്റ്റ് പേജ് എടുക്കുക. ഡിഫോൾട്ട് പ്രൊഡക്റ്റ് പേജ് എടുക്കുക. ഇവിടെ നമുക്ക് ഇവിടെ ആഡ് ടു കാർട്ട് ഇല്ലേ, ഇവിടെ ആഡ് ടു കാർട്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടോ, അത് പേജിൽ നിന്ന് കൊടുത്തേക്കണോണ്ടാണ് അതൊരു പേജിലോട്ട് പോയത്. ആ ഒരു പേജിലോട്ടാണ് നമ്മൾ റീഡയറക്റ്റ് ആയത്. ഇപ്പം അല്ല, നമുക്ക് തിരിച്ച് നമ്മുടെ ഹോം പേജിലോട്ട് പോവാം. അവിടെ ചെന്നിട്ട് സെറ്റിങ്സിൽ പോയിട്ട് നമ്മൾ കാർട്ടിൽ ചെന്ന് ഈ പേജ് മാറ്റിയിട്ട് ഡ്രോവർ ആക്കണമെങ്കിൽ സംഭവിക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. സേവ് വെക്കാം. ഓക്കെ, അത് സേവ് ആയിട്ടുണ്ട്. നമ്മൾ തിരിച്ച് നമ്മുടെ പ്രൊഡക്റ്റ് പേജിലോട്ട് അല്ല, എന്നിട്ട് നമ്മൾ പിന്നെയും ഇവിടെ
ഈ ആഡ് ടു കാർട്ട് ക്ലിക്ക് ചെയ്യണേ വിചാരിക്കും. അപ്പോൾ കണ്ട ഇതൊരു ഡ്രോവറായിട്ടാണ് വന്നത്. നേരത്തെ ഒരു പേജിലോട്ട് തന്നെ പോയി, അത് നമ്മൾ ആഡ് ടു കാർട്ട് ചെയ്തപ്പോൾ വേറൊരു പേജിലോട്ട് പോയി. ഇപ്പോൾ ഇവിടെ ഡ്രോവർ, ഇത് രണ്ട് ഓപ്ഷൻസും നല്ലതാണ്. ഒന്നിൽ നമുക്ക് ഡ്രോവർ ഇടാം, അല്ലെങ്കിൽ നമുക്ക് പേജ് ഇടാം. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായി. ഇനി നമുക്ക് തിരിച്ച് നമ്മുടെ സെറ്റിങ്സിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് ഡ്രോവറിന് ഓപ്ഷൻ ഇട്ട് പേജ് അല്ലെങ്കിൽ ഡ്രോവർ, അതാണ് എപ്പോഴും നല്ലത്. പിന്നെ കാർട്ട് നോട്ട് നമ്മൾ ഇടേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ അങ്ങനെ ഒരു ഓപ്ഷൻ നമ്മുടെ കസ്റ്റമേഴ്സിന് കൊടുക്കണില്ല. അത് എന്തെങ്കിലും ഒരു നോട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയാണ്, അത് നമ്മൾ കൊടുക്കണില്ല, അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ അതിൽ അത്രേ ഉള്ളൂ. ഇവിടെ നമുക്ക് സേവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സെറ്റിങ്സും നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു ഒരുവിധം. അപ്പോൾ നമ്മുടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു എങ്ങനെയാണ് നമ്മുടെ ഒരു ഷോപ്പിഫൈൻ്റെ തീം ബേസിക്കായിട്ട് എങ്ങനെയൊക്കെ എഡിറ്റ് ചെയ്യാം, എന്തൊക്കെ അതിൽ മാറ്റണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് കണ്ടത്. അപ്പം നമ്മളിന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഹോം പേജിൻ്റെ കാര്യങ്ങൾ മാത്രമേ ഞാൻ കാണിച്ചുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ പ്രൊഡക്റ്റ് പേജും കാര്യങ്ങളും നമ്മൾ കാണിക്കുന്നതായിരിക്കും, അടുത്ത സെഷനിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഒരു ഹൈറാർക്കി ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെ ക്ലിക്ക് ചെയ്ത് എന്തൊക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം. സെഷൻസ്, ബ്ലോഗ്സ്, കണ്ടൻസ് അതൊക്കെ എങ്ങനെ എഡിറ്റ് ചെയ്യണം എന്നുള്ള കാര്യം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സെക്ഷൻ അത്ര ഉണ്ടായിരുന്നുള്ളൂ, വളരെ സിമ്പിളായിരുന്നു. നമ്മൾ ഇന്ന് പൊതുവേ നോക്കിയത് എങ്ങനെയാണ് നമ്മളൊരു തീം എഡിറ്റ് ചെയ്യുന്നത്, അതിൻ്റെ ഒരു ഹൈറാർക്കിയാണ് നമ്മൾ ഇന്ന് കണ്ടത്. അപ്പോൾ നമുക്ക് ഇന്ന് അടുത്ത സെഷനിൽ നമ്മൾക്കൊരു ലൈവ് എഡിറ്റിംഗ് തന്നെ ഉണ്ടാവും. ഓരോ ഇപ്പം നമ്മൾ ഇന്ന് ഹോം പേജ് മാത്രമാണ് ചെയ്തത്, നമുക്ക് പ്രൊഡക്റ്റ് പേജിലോട്ടും എല്ലാത്തിലോട്ടും പോകണം. അപ്പോൾ ഓരോന്നും എഡിറ്റ് ചെയ്ത് കാണിക്കുന്നതായിരിക്കും ഞാൻ എങ്ങനെയൊക്കെയാണെന്ന്. പിന്നെ റൈറ്റിങ്സും കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും എഴുതാം. ഇപ്പം ഞാൻ ഇന്ന് ആഡ് ചെയ്തതാണെങ്കിൽ ഞാൻ വെറുതെ എനിക്ക് മനസ്സിൽ തോന്നിയ ഓരോ കാര്യങ്ങളൊക്കെ എഴുതിയെന്നുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള റൈറ്റിങ്സും കാര്യങ്ങളും, പക്ഷേ അത് സിമ്പിളായിരിക്കണം. സിമ്പിളായിട്ട് ഈസി ആയിട്ട് ആർക്കും വായിക്കാൻ പറ്റുന്ന രീതിക്കുള്ള കാര്യങ്ങൾ, വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കണം നിങ്ങൾ ഓരോ ടെക്സ്റ്റും ആഡ് ചെയ്യുമ്പോൾ ഇടേണ്ടത്. നമ്മുടെ എന്ത് പ്രൊഡക്റ്റാണ് ആ പ്രൊഡക്റ്റിനെ പറ്റിയും നമ്മുടെ ഒരു വെബ്സൈറ്റിനെ പറ്റിയും ആ വെബ്സൈറ്റ് വായിക്കുമ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിന് നമ്മളോട് ഒരു ട്രസ്റ്റ് ഉണ്ടാവണം. അങ്ങനെയാണ് നമ്മളൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഓൾമോസ്റ്റ് കാര്യങ്ങൾ ആ തീമിൽ ഉള്ള ഓൾമോസ്റ്റ് സെറ്റിങ്സും കാര്യങ്ങളെല്ലാം ഞാനിന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. എങ്ങനെയൊക്കെയാണ് എഡിറ്റ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തന്നു. അപ്പം അടുത്ത സെഷനിൽ നമ്മൾ ഓരോന്നും എഡിറ്റ് ചെയ്ത് പോണതായിരിക്കും. ഓക്കെ, അപ്പം അത്രേ ഉള്ളൂ. ഇനി എല്ലാ പ്രാവശ്യം പറയണ പോലെ നമ്മുടെ ഒരു ഡ്രോപ്പ് ഷിപ്പിംഗ് പഠിപ്പിക്കണ ക്ലാസ് അല്ല ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഷോപ്പിഫൈ സ്റ്റോർ ബിൽഡ് ചെയ്യണ ക്ലാസ്സാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം ഫസ്റ്റ് തന്നെ. പിന്നെയും കമൻറ്റിൽ ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യുന്ന പറയുന്നത്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാൻ ഒരെണ്ണം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരെണ്ണമല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ആ ഒരെണ്ണം ചെയ്യണുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പതിയെ അടുത്ത സെഷനിലോട്ടും എങ്ങനെയാണ് ആഡ്സിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾക്ക് പതുക്കെ പോവാം. ഒറ്റടിക്ക് നമുക്ക് ഒരു സാധനം ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടി നമ്മുടെ ടീമിൻ്റെ ഹെൽപ്പ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. എൻ്റെ ടീം അവൈലബിൾ ആണ്. നിങ്ങൾക്ക് നല്ലൊരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്ത് തരും. ഫുൾ സർവീസ് നമ്മൾ ചെയ്തു തരേണ്ടതായിരിക്കും. വെബ്സൈറ്റ് ബിൽഡിങ്, അതുപോലെ തന്നെ ആഡ്സ് റൺ ചെയ്ത് തരും. നിങ്ങൾക്ക് കസ്റ്റമേഴ്സിനെ കിട്ടണ വരെ നമ്മുടെ ടീം നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ബിസിനസ് ബിൽഡ് ചെയ്യണം എന്ന ആഗ്രഹമുണ്ട്, ഷോപ്പിഫൈ സ്റ്റോർ ബിൽഡ് ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ടീമിനെ കോൺടാക്ട് ചെയ്താൽ മതി. ഒന്നില്ല കമൻറ്റ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്കഷൻ ഗ്രൂപ്പിൽ വന്നിട്ട് ചോദിക്കുക. സ്ക്രീൻഷോട്ട് മാത്രമല്ല, നിങ്ങൾ എന്താണ് ഡൗട്ട് എന്നുള്ള കാര്യങ്ങളും ടൈപ്പ് ചെയ്ത് അല്ലെങ്കിൽ വോയിസ് അയക്കണം, എന്നാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അത് നമ്മൾ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. നമുക്ക് അടുത്ത സെഷനിൽ കാണാം. അതുവരെ ബൈ ഗൈസ്, ആൻഡ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. Bye.